നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ ഞാൻ പോട്ടെ മുരുക. ധൈര്യമായി പോ സാറേ. പോട്ടെ. ദൈവമേ, എന്റെ പണി പോവല്ലേ. നിന്നോടാരെ എന്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ ശ്രേയക്കുട്ടി. നോക്കിയും കണ്ടും സംസാരിച്ചില്ലെങ്കിലേ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇറങ്ങി പോടോ. നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് കടത്തി വിട്ടത്? നിന്റെ പ്യൂൺ മുരുകൻ തന്നെ. മുരുക, മുരുക, മുരുക! വിളിക്ക്, നല്ല ഉച്ചത്തിൽ വിളിക്ക്. മുരുകനെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും വിളിക്ക്. അവരെല്ലാവരും വരട്ടെ, വന്ന് കാണട്ടെ. നാണം കെടാൻ പോകുന്നത് ഞാനല്ല, നീയാ. എന്താടാ, ഭീഷണിയാണോ? നീ അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം. നിനക്ക് എന്താ വേണ്ടത്? ഇതുപോലെ പതിയെ മര്യാദയോട് ചോദിക്കും. ചാരു എന്ത് തെറ്റാ ചെയ്തത്? പറടി, ചാരു എന്ത് തെറ്റാ ചെയ്തതെന്ന്. അവളെ നീ കല്യാണം കഴിച്ചത് തന്നെ തെറ്റാ. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കേണ്ട ജീവിതം നിന്നോടൊപ്പം ജീവിക്കുന്നത് അതിലും വലിയ തെറ്റാ. നീ ജീവിക്കേണ്ട ജീവിതവും അത് തീരുമാനിക്കേണ്ടത് നീയോ ഞാനോ അല്ല. അത് തീരുമാനിക്കേണ്ട ആള് മുകളിലുണ്ട്. ആ ദൈവം എടുത്ത തീരുമാനത്തിന് ചാരുവിനെ ശിക്ഷിക്കുന്ന എന്തിനാ? ഞാൻ അവളെ തേടിപ്പോയി ശിക്ഷിച്ചൊന്നുമില്ല. എന്റെ മുമ്പിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവളാ. ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല അവള്. അതിന് നിന്റെ ദേഷ്യം തീർക്കാൻ മനസ്സാക്ഷിയില്ലാതെ ചൂടുള്ള ചായ അവളുടെ മുഖത്ത് ഒഴിക്കണോ? ചൂടുള്ള ചായ മുഖത്തും ദേഹത്തും വീണാ എങ്ങനെ ഇരിക്കും നിനക്കറിയോ? എത്ര വേദന ഉണ്ടാവും നിനക്കറിയോ? അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും നിനക്കറിയോ? നിനക്കറിയോ? അറിയില്ല അല്ലേ? എന്നാ ഇപ്പൊ അറിഞ്ഞോ? ഇപ്പൊ പൊള്ളുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടോ നിന്റെ ശരീരവും മനസ്സും? സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇതുപോലെ ചാരുവിന് വേദനിച്ചിട്ടുണ്ടാവില്ലേ? അടങ്ങടി, കിടന്ന് ചാളവ നീ. ചാരുവിനെ വേദനിപ്പിച്ച ഞാൻ അടങ്ങിയിരിക്കും നീ കരുതിയോ? ചാരുവിനെ നീ അപമാനിച്ചും വേദനിപ്പിച്ചും അവളോട് കാണിച്ച വെറുപ്പും കണ്ട എനിക്ക് ചാരുവിനോടുള്ള ഇഷ്ടമായി മാറിയത്. നീ അവളോട് കാണിച്ച ദേഷ്യം കാരണം എനിക്ക് അവളോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നു. എനിക്കും ചാരുവിനും ഇടയിലുണ്ടായിരുന്ന അകലം കുറച്ച് എന്റെ മനസ്സിലേക്ക് അവൾ കയറിയത് നീ കാരണോ? താങ്ക്സ്. നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയോ? എന്റെ ജീവൻ ആചാര്യം, എന്റെ ജീവിതം ആചാര്യം. അവളാ എന്റെ ലോകം. അവൾക്ക് എന്ത് വേദനയുണ്ടായാലും അത് ചോദിക്കാൻ ഞാനുണ്ടാവും. ചാരുവിനെ നീ ഇനി ഉപദ്രവിക്കാൻ ശ്രമിച്ച അവളുടെ ഭർത്താവായ ഞാൻ നിന്നെ തിരിച്ചു ഉപദ്രവിച്ചിരിക്കും. നീ എന്നെ കഷ്ടപ്പെടുത്തിയപ്പോൾ ഞാൻ എല്ലാം സഹിച്ചു. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചാരുവിനെ കല്യാണം കഴിച്ച് എനിക്ക് നിന്നെ വിഷമിപ്പിക്കേണ്ടി വന്നു. നീ എന്നോട് കാണിച്ച ദേഷ്യവും വെറുപ്പുമല്ല നിന്നെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ടാ ഞാൻ കണ്ടത്. പക്ഷെ ഒന്നും അറിയാത്ത പാവം ചാരുവിനെ നീ ശിക്ഷിച്ചത് ദൈവം മാത്രമല്ല, ഞാനും മറക്കില്ല. നീ ചെയ്തത് വലിയൊരു പാപമാ. ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കും.
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ